ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമോ എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കിത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആ ഒരു സമയത്ത് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കാം. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ചാൻസസ് ഉണ്ടോ എന്നുള്ളൊരു കാര്യമാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് എന്തെങ്കിലും ചാൻസസ് ഉണ്ടോ എന്നുള്ളൊരു കാര്യമാണ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് എന്തെങ്കിലും ചാൻസസ് ഉണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ചാൻസസ് ഉണ്ടോ? അവർ നിങ്ങളിലേക്ക് തിരികെ വരുമോ? നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമോ? ഓക്കെ ഓക്കെ 6 of Swords ആണ് നമുക്കിവിടെ ഫസ്റ്റ് കാർഡ് കിട്ടിയിട്ടുള്ളത്. 3 of Pentacles, 2 of Cups, 2 of Wands, 9 of Swords, 9 of Cups, King of Pentacles, the Chariot, 3 of Wands, 7 of Pentacles, 6 of Swords, King of Cups. ഓക്കെ, അപ്പോൾ ഇത്രയും കാർഡുകളാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. 5 of Cups ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ട് എന്തെങ്കിലും ഒരു ചാൻസസ് ഉണ്ടോ എന്ന് നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് കിട്ടുന്നത് 6 of Swordsൻ്റെ ഒരു കാർഡാണ്. ഈ ഒരു 6 of Swordsഉം അതുപോലെ തന്നെ നമുക്കിവിടെ 3 of Pentacles ഉണ്ട്, 2 of Cups ഉണ്ട്. അപ്പോൾ ഈ ഒരു കാർഡുകളൊക്കെ തന്നെ നമുക്ക് കാണിച്ചു തരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഈ ഒരു റിലേഷൻഷിപ്പ്, നിങ്ങളുടെ ബന്ധം ഒരിക്കലും ഇതിനു മുൻപും, ഈ ഒരു ബ്രേക്കപ്പ് അല്ല, ഈ ഒരു സെപ്പറേഷൻ അല്ല, ഇതിനു മുന്നും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരിക്കലും ബ്രേക്കപ്പ് ആയിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ ഒരു കാം സ്റ്റേജിലേക്ക് പോകാനും ഹീലിങ്ങിലേക്ക് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും ഒരു ഹീലിംഗ് ഫേസിലേക്കൊക്കെ പോകാനായിട്ട് ശ്രമിച്ചിരുന്ന വ്യക്തികളാണ്. പക്ഷെ അത് നിങ്ങൾക്ക് കഴിഞ്ഞില്ല. പിന്നീട് നിങ്ങൾ ഇരുവരും ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാകുകയും അത് കഴിഞ്ഞ് ആ ഒരു ജസ്റ്റ് മാറി നിന്ന് നിങ്ങൾ അതിനുശേഷം വീണ്ടും ആ ഒരു ഇമോഷണൽ കണക്ഷൻ ബോണ്ട് അവിടെ കിടക്കുന്നുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോണ്ട് ഉണ്ട്. അത് വീണ്ടും നിങ്ങളെ ഒരുമിപ്പിച്ചതായിട്ടാണ് കാണുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ ഒരു ബ്രേക്കപ്പിലേക്ക് വരുന്നത്. അപ്പോൾ 3 of Pentacles കാണിക്കുന്നത് റിലേഷൻഷിപ്പ് വർക്ക് ചെയ്യാനുള്ള ഒരു റെഡിനെസ് ഇതിനകത്ത് ഒരാൾക്ക് വളരെയധികം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് ചിലപ്പോൾ നിങ്ങളാകാനുള്ള ചാൻസസ് ഉണ്ട്. ആ ഒരു പേഴ്സണ് നിങ്ങൾ രണ്ടുപേരിൽ ഒരാൾക്ക് ഈ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ വർക്ക് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെയധികം ആഗ്രഹമുള്ള വ്യക്തിയായിരുന്നു. പിന്നെ ഇവിടെ നമുക്ക് 2 of Cups എന്ന് പറയുമ്പോൾ വളരെ പോസിറ്റീവ് കാർഡാണ്. ഇതൊരു ജെനുവിൻ ആയിട്ടുള്ള ഒരു കണക്ഷനാണ്, മ്യൂച്വൽ ആയിട്ടുള്ള ഒരു ലവിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണും ഒരേപോലെ സ്നേഹമുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് ഈ ഒരു ബന്ധം ശരിക്കും ഒരു സൂപ്പർഫിഷ്യൽ അല്ല, ഒരിക്കലും ഇതൊരു സ്ട്രോങ് ബോണ്ട് പോലെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഒരു കണക്ഷൻസ് ഇപ്പോൾ രണ്ടുപേരുടെയും മനസ്സിലുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ ഇവിടെ നമുക്ക് 2 of Swords വന്നിട്ടുണ്ട്, അതുപോലെ 9 of Swords വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ശരിക്കും കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലാണ്. മെന്റലി വളരെയധികം സ്ട്രെസ്ഡ് ആണ്. അവരുടേതായ പേഴ്സണൽ പ്രോബ്ലംസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ വന്നുപോയ പ്രോബ്ലംസ് ആയിരിക്കാം. എങ്ങനെയാണെങ്കിലും വളരെയധികം കൺഫ്യൂസ്ഡ് സ്റ്റേജിലൂടെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. 2 of Swords എന്ന് പറയുമ്പം തീരുമാനമെടുക്കാൻ കഴിയാത്തൊരവസ്ഥ. അതാണ് ശരിക്കും പറഞ്ഞാൽ. അവർക്ക് എന്ത് ചെയ്യണം എന്ന ഒരു ധാരണയുമില്ല. എങ്ങോട്ടേക്ക്, എങ്ങനെ ഇത് റീബിൽഡ് ചെയ്യണോ, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണിലേക്ക് തിരികെ പോകണോ, അല്ലെങ്കിൽ ഇപ്പം നിൽക്കുന്ന സിറ്റുവേഷൻ നിൽക്കണോ, അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കഴിയാത്തൊരവസ്ഥ. 9 of Swords എന്ന് പറയുമ്പോഴത്തേക്കും ഒരു കുറ്റബോധം. ഈ ഒരു സെപ്പറേഷൻ ചിലപ്പോൾ ഈ ഒരു പേഴ്സന്റെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്ക് കൊണ്ടോ അല്ലെങ്കിൽ ഈ പേഴ്സൺ വേണ്ടാന്ന് വെച്ചതുകൊണ്ടോ ഒക്കെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു കുറ്റബോധം അവർക്ക് മനസ്സിന്റെ ഉള്ളിലുണ്ട്. ആൻസൈറ്റി ഉണ്ട്, അതിനെ തുടർന്ന് ആൻസൈറ്റി ഉണ്ടാകുന്നുണ്ട്. രാത്രി സമയങ്ങളിലൊക്കെ ഒട്ടും ഉറങ്ങാൻ കഴിയാത്തൊരവസ്ഥയിലൂടെ ഈ പേഴ്സൺ കടന്നു പോകുന്ന എനർജീസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്.
അപ്പോൾ അവര് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, പക്ഷെ ഒരു ക്ലിയർ ഡിസിഷൻ എടുക്കാനായിട്ട് അവർക്ക് പറ്റുന്നില്ല. അതാണ് നമുക്കിവിടെ 2 ഓഫ് സോഴ്സും 9 ഓഫ് സോഴ്സും എന്ന് പറയാനായിട്ട് പറ്റുന്ന ഒരു കാര്യം. ഓക്കെ, പിന്നെ നമുക്ക് 9 ഓഫ് കപ്സ് ഉണ്ട്, കിങ് ഓഫ് കപ്സ് ഉണ്ട്. ഈ 2 കാർഡുകൾ വളരെ ശക്തമായ ഇമോഷൻസ് ഉള്ള കാർഡുകളാണ്. 9 ഓഫ് കപ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു വിഷ് ഫുൾഫിൽമെന്റ് ആണ്. അതായത് അവര് ഒരു പാർട്ട്ണറിനെ അല്ലെങ്കിൽ എനിക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ഇങ്ങനെയായിരിക്കണം ആ ഒരു പേഴ്സൺ എന്ന് ആഗ്രഹിച്ചിരുന്നു, അങ്ങനെയുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് തന്നെയാണ് നിങ്ങളെ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ അവരുടെ അവരുടെ ഒരു ലൈഫിലേക്ക് നിങ്ങൾ ചെന്നപ്പോൾ അവരൊരു ശരിക്കും അവരുടെ ആഗ്രഹം നിറവേറി അല്ലെങ്കിൽ വിഷ് ഫുൾഫിൽമെന്റ് ഉണ്ടായി എന്ന് അവർക്ക് തോന്നി. അങ്ങനെയാണ് ഈ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ആവുന്നത്. പിന്നെ ഇവിടെ കിങ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഡീപ്പായിട്ടുള്ള ഒരു സ്നേഹം നിങ്ങളോട് അവർക്കുണ്ട്, പക്ഷെ അത് കൺട്രോൾഡ് ആയിട്ടുള്ള ഇമോഷൻസ്, അത് ആ ഡീപ്പായിട്ടുള്ള സ്നേഹത്തിൽ നിന്ന് വരുന്ന ആ ഒരു ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുന്ന രീതിയിലുള്ള അത്തരത്തിലുള്ള ഒരു സ്നേഹമാണ് ഇവിടെ കാണുന്നത്. കാരണം കിങ് ഓഫ് കപ്സ് ആണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പം അവർക്ക് നിങ്ങളോട് ഒരു ഡീപ്പ് ഫീലിങ്സ് ഉണ്ടെങ്കിലും അത് തുറന്നു പറയാനായിട്ട് പറ്റാത്ത സാഹചര്യമാണ് ആ ഒരു വ്യക്തിക്കുള്ളത് എന്നുള്ളതാണ്. പിന്നെ ഇവിടെ കിങ് ഓഫ് പെന്റക്കിൾസിന് ഒരു കാർഡ് കാണുന്നുണ്ട്, അതുപോലെ 7 ഓഫ് പെന്റക്കിൾസ്. ഇത് രണ്ടും പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിനെ കാണിക്കുന്ന കാർഡുകളാണ്. കിങ് ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റി, അത് അല്ലെങ്കിൽ ഒരു ഈഗോ, റെസ്പോൺസിബിലിറ്റി, ഇതിനൊക്കെ കാണിക്കുന്ന ഒരു കാർഡാണ് കിങ് ഓഫ് പെന്റക്കിൾസ്. 7 ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുമ്പോഴത്തേക്കും വെയിറ്റിംഗ് എനർജിയാണ്. ഇവാലുവേറ്റ് ചെയ്യുന്നു, വെയിറ്റ് ചെയ്യുന്നു, ഒബ്സർവ് ചെയ്യുന്നു, ഇങ്ങനെ അത് മനസ്സിലിട്ട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്ത് കാൽക്കുലേഷൻ ചെയ്യുന്നു, പ്ലാനിങ് ചെയ്യുന്നു, ഇങ്ങനെയൊക്കെ ഉള്ള, എന്നിട്ട് ഒരു വെയിറ്റ് ചെയ്യുന്നു. ഈ ഒരു എനർജീസ് ആണ് 7 ഓഫ് പെന്റക്കിൾസ് കൊടുക്കുന്നത്. അപ്പം അവർ റിലേഷൻഷിപ്പ് വീണ്ടും തുടങ്ങുന്നതിന് മുൻപ് ഇത് വർത്താണോ എന്ന് ആലോചിക്കുന്നുണ്ട്. ഇതെനിക്ക് പറ്റിയതാണോ, അല്ലെങ്കിൽ ഇതെനിക്ക് ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമോ, ഞാൻ ഇപ്പം ആയിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഈ ഒരു റിലേഷൻഷിപ്പും കൂടെ ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാനായിട്ട്, മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റുമോ, അല്ലെങ്കിൽ അവരുദ്ദേശിക്കുന്ന രീതിയിൽ, അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള സ്നേഹവും കെയറിങ്ങും ഒക്കെ ഒരു കൺസിസ്റ്റൻസിയും ഒരു സ്റ്റെബിലിറ്റിയും ഒക്കെ റിലേഷൻഷിപ്പിൽ തരാനായിട്ട് ഈ ഒരു പേഴ്സണ് കഴിയുമോ എന്നവർ ആലോചിക്കുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത്. പിന്നെ ഇവിടെ ഒരു ആക്ഷനോ മൂവ്മെന്റ്സോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ചാരിയറ്റ് കാർഡ് വന്നിട്ടുണ്ട്, അതുപോലെ 3 ഓഫ് വാണ്ട്സ് വന്നിട്ടുണ്ട്. അപ്പം ചാരിയറ്റ് കാർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാർഡാണ്. ഇതൊരു മൂവ്മെന്റ്സ് അല്ലെങ്കിൽ ഒരു കംബാക്ക്, ഒരു ആക്ഷനെയൊക്കെ കാണിക്കുന്ന കാർഡാണ്. 3 ഓഫ് വാണ്ട്സ് പറയുമ്പോഴത്തേക്കും ഫ്യൂച്ചറിനെ കുറിച്ച് പ്ലാൻ ചെയ്യുന്നത്, നമുക്കിവിടെ 7 ഓഫ് പെന്റക്കിൾസിൽ അത് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. 3 ഓഫ് വാണ്ട്സ് വരുമ്പോഴത്തേക്കും ഫ്യൂച്ചറിനെ കുറിച്ച് ഒരു പ്ലാൻ ചെയ്യുന്നു, മുന്നോട്ടേക്ക് ഇനി എന്തൊക്കെ നടക്കണം എന്നതിനെ കുറിച്ചൊക്കെ അവർ നോക്കി കണ്ടുകൊണ്ട് ഫ്യൂച്ചറിനെ പ്ലാൻ ചെയ്യുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. പിന്നെ ഇവിടെ ചാരിയറ്റ് കാർഡ് വന്നുകൊണ്ട് ഒരു ആക്ഷൻ എന്തായാലും ഉണ്ടാകും, അപ്പോൾ അതൊരു കംബാക്ക് തന്നെ ആയിരിക്കും എന്ന് നമുക്ക് പറയാനായിട്ട് വരും. അപ്പോൾ അവരും തിരിച്ച് നിങ്ങളിലേക്ക് വരാനുള്ള ചാൻസസ് വളരെ ശക്തമാണ്, പക്ഷെ അതൊരു സ്ലോ ആയിട്ടും വളരെ പ്ലാൻഡ് ആയിട്ടും ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരിക. പെട്ടെന്ന് സഡൻ ആയിട്ട് ഒരു ആക്ഷൻ എടുത്ത് വരാനുള്ള ചാൻസസ് ഇല്ല എന്നുള്ളതാണ്. പിന്നെ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ വരുന്ന ഒരു ചലഞ്ചസും പ്രോബ്ലംസും എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഈ ഒരു 7 ഓഫ് സോഴ്സ് ആണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. 7 ഓഫ് സോഴ്സ് ഇതൊരു വാണിംഗ് ആണ്. പാസ്റ്റിൽ കുറേ ഒരു സത്യസന്ധമല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, കുറേ കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് പിടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇമോഷണൽ ഡിസ്റ്റൻസ് നിങ്ങൾ തമ്മിൽ ഉണ്ടായിരിക്കാം. ഇതൊക്കെയാണ് ഈ ഒരു 7 ഓഫ് സോഴ്സ് കാണിക്കുന്നത്. അതായത് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടായിരിക്കാം, നിങ്ങളെ പറ്റിക്കപ്പെട്ടു എന്ന് തോന്നുന്ന ഫീലിങ്സ് ഉണ്ടായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ തോന്നിയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു കാർഡാണ് ഇത്. ഇത് ക്ലിയർ ചെയ്യാത്ത പക്ഷം റിലേഷൻഷിപ്പ് വീണ്ടും പ്രശ്നത്തിലേക്ക് പോകുമെന്നുള്ളതാണ്. അപ്പം ഞാൻ ഈ ഒരു കാര്യം ഇവിടെ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നിട്ടുള്ള ആ ഒരു പ്രോബ്ലം എന്ന്. ആ ഒരു പ്രോബ്ലം എന്തോ ഹൈഡ് ചെയ്ത് വെച്ചു, അതൊക്കെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ആ ഒരു ഇമോഷണൽ ആയിട്ട് നിങ്ങൾ ഡിസ്റ്റൻസിലേക്ക് പോകാനായിട്ട് കാരണമായിട്ടുള്ള ആ ഒരു കാര്യം എന്താണോ അത് ക്ലിയർ ചെയ്യണം. അത് ക്ലിയർ ചെയ്യാത്ത പക്ഷം റിലേഷൻഷിപ്പ് വീണ്ടും പ്രശ്നത്തിലാകും എന്നുള്ളതാണ് നമുക്കിവിടെ യൂണിവേഴ്സ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ ഔട്ട്കം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്പ്രെഡ് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരിക തന്നെ ചെയ്യും. നിങ്ങളുടെ പേഴ്സൺ തിരികെ വരാനുള്ള ഒരു ചാൻസസ് വളരെ സ്ട്രോങ് ആയ ചാൻസസ് ഉണ്ട്, പക്ഷെ ഇതൊരു സഡൻ ആയിട്ടുള്ള ആയിരിക്കില്ല. ഇമോഷണൽ ക്ലാരിറ്റി വന്നതിന് ശേഷമായിരിക്കും, അതിനെ കുറിച്ച് സമയം എടുക്കുമെന്നതാണ്. അതുപോലെ കുറച്ച് ട്രസ്റ്റ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് സോൾവ് ആകണം. അതിനൊക്കെ ഒരു ക്ലാരിറ്റി വന്നതിന് ശേഷം മാത്രം നിങ്ങളിലേക്ക് വരുമെന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പേഴ്സണെ നിങ്ങൾ ചേസ് ചെയ്യരുത് എന്നുള്ളതാണ് യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസ്. പേഷ്യൻസ്, ക്ഷമയോടുകൂടി ഇരിക്കാനായിട്ട് ശ്രമിക്കുക എന്നതാണ്. അതുപോലെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക. നിങ്ങൾ എപ്പോഴും കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആകുമ്പോൾ മാത്രം മുന്നോട്ടേക്ക് പോകാനായിട്ട് ശ്രമിക്കുക. ഇതാണ് യൂണിവേഴ്സ് നമുക്കിവിടെ പറഞ്ഞു തരുന്നത്. ഇമോഷണൽ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ ഈ ഒരു പേഴ്സണെ ചേസ് ചെയ്യരുത് എന്നൊരു മൈൻഡിൽ ഇരിക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞതിന് ശേഷം
നമുക്ക് വീണ്ടും അവരെ ചേസ് ചെയ്യാനായിട്ട് തുടങ്ങും. അങ്ങനെ ഒരു നിങ്ങളുടെ ഇമോഷൻസ് എപ്പോഴും മാറി 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 അങ്ങനെ മാറ്റാതിരിക്കുക. നിങ്ങൾ എന്താണോ ഒരു ഡിസിഷൻ എടുത്തിട്ടുള്ളത് അതിനെ കുറിച്ച് നിൽക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. കിങ് ഓഫ് കപ്സ് ആണ് നമുക്ക് ആ ഒരു എനർജി പറഞ്ഞു തരുന്നത്. പിന്നെ കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആകുമ്പോൾ മാത്രമേ ഇത് ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകാൻ പാടുള്ളൂ എന്നാണ് ഇവിടെ യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ നിങ്ങളുടെ ബന്ധം ശരിക്കും പറഞ്ഞ ഒരു കാർമിക് അതുപോലെ തന്നെ ഒരു ഇമോഷണൽ ഡെപ്ത് ഉള്ള ഒരു റിലേഷൻഷിപ്പാണ്. അവർക്ക് നിങ്ങളോട് ഫീലിങ്സ് ഉണ്ട്, സ്ട്രെസ് ഉണ്ട്, കൺഫ്യൂഷൻ ഉണ്ട്. പക്ഷെ എങ്ങനെ നോക്കിയാലും അതിനുശേഷം അവസാനം ഈ ഒരു പേഴ്സൺ ചുറ്റിത്തിരിഞ്ഞ് നിങ്ങളിലേക്ക് തന്നെ വരുന്നതായിട്ടാണ് നമുക്കിവിടെ കാണുന്നത്. അങ്ങനെ വരുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം വേണം. അവർക്കൊരു ക്ലാരിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവർ ഒരു കംബാക്ക് ചെയ്യും എന്നുള്ള കാര്യങ്ങളും നമുക്കിവിടെ പറയാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ എപ്പോഴാണ് അവർ തിരികെ വരാനായിട്ടുള്ള സാധ്യതയുള്ളൊരു സമയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ചാരോട്ട് കാർഡ്, 3 ഓഫ് വാൻഡ്സ്, 7 ഓഫ് പെന്റിക്കിൾസ്, ഈ 3 കാർഡുകൾ വെച്ചിട്ട് നോക്കാം. ഒരു ചാരോട്ട് കാർഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഫാസ്റ്റ് മൂവ്മെന്റ് ആണ്. ഒരു ഇത്ര വീക്സിനുള്ളിൽ വരാൻ ചാൻസസ് ഉണ്ട്. 3 ഓഫ് വാൻഡ്സ് വെയിറ്റിംഗ് എനർജിയാണ്. 7 ഓഫ് പെന്റിക്കിൾസ് എന്ന് പറയുമ്പോൾ കുറച്ച് ഡിലേ ആകും, പേഷ്യൻസ് വേണം, ഒരു സ്ലോ ഗ്രോത്ത് ഉണ്ടാകും എന്നൊക്കെ തന്നെയാണ് പറഞ്ഞത്. അപ്പൊ ഇതൊരു മിക്സ്ഡ് ആയിട്ടുള്ള ടൈമിംഗ് ആണ്. ഇമ്മീഡിയറ്റ് ആയിട്ട് കംബാക്ക് ഉണ്ടാവില്ല, പക്ഷെ കംപ്ലീറ്റ്ലി സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയുമല്ല. അപ്പൊ ഏകദേശം നമുക്ക് പറയുകയാണെങ്കിൽ ഒരു 1 to 3 മന്ത്സിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരാനുള്ളൊരു സാധ്യതയുണ്ട് എന്നാണ് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. ആദ്യം ഒരു ഒബ്സർവേഷൻ ഫേസ്, അതായത് 3 ഓഫ് വാൻഡ്സ്, അതിനുശേഷം ഒരു ആക്ഷൻ, ചാരോട്ട് കാർഡ്. ഇതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ആദ്യം ഒബ്സർവേഷൻ ചെയ്യും. 3 ഓഫ് വാൻഡ്സിന്റെ കാർഡ് അതാണ് നമുക്ക് പറഞ്ഞത്. നിങ്ങളെ ഒബ്സർവ് ചെയ്ത് ഒരു പ്ലാൻ ചെയ്ത് എങ്ങനെ വരണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതിനുശേഷം ചാരോട്ട് കാർഡ് വരുമ്പോഴത്തേക്കും ആക്ഷൻ തന്നെയാണ്. അപ്പോൾ ഒരു 1 to 3 മന്ത്സിനുള്ളിൽ എന്തായാലും ഒരു സമയം എടുക്കും. അത്ര ഒരു സമയം എടുത്തതിന് ശേഷം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരും എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണ് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് അതാണ് നമ്മൾ നോക്കുന്നത്. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഓക്കെ, സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. സോൾ മെസ്സേജസ് ഫ്രം യുവർ. ഓക്കെ, ഫസ്റ്റ് സോൾ മെസ്സേജ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഐ ഹോപ്പ് ദ ഫ്യൂച്ചർ വിൽ ബ്രിങ് അസ് ടുഗെദർ. ഓക്കെ, ഫ്യൂച്ചറിൽ നമ്മൾ ഒരുമിച്ച് ചേരും എന്ന് ഈ ഒരു പേഴ്സൺ പ്രതീക്ഷിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ ഈ ഒരു പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഗീവ് മീ അതർ ചാൻസ്, എനിക്ക് ഒരു ചാൻസും കൂടി തരൂ എന്ന് അവർ നിങ്ങളോട് തരാമോ എന്നുള്ള രീതിയിൽ അവർ നിങ്ങളോട് ചോദിക്കുകയാണ്. മൈ ലവ് അൺകണ്ടീഷണൽ, എൻ്റെ സ്നേഹം ഒരു കണ്ടീഷനും ഇല്ലാത്തതാണ് എന്ന് ഈ ഒരു പേഴ്സൺ പറയുന്നുണ്ട്. യു ആർ മൈ ഹാർട്ട്, മൈ സോൾ, മൈ ട്രഷർ, മൈ ടുഡേ, മൈ ടുമോറോ, മൈ ഫോർ എവർ ആൻഡ് മൈ എവറിത്തിങ്. ഓക്കെ, നിങ്ങളാണ് എൻ്റെ ഹൃദയം, എൻ്റെ ആത്മാവ്, അതുപോലെ എൻ്റെ നിധി നിങ്ങളാണ്, എൻ്റെ ഇന്നും നാളെയും എല്ലാം എപ്പോഴും നിങ്ങളായിരിക്കും എന്നാണ് ഈ ഒരു പേഴ്സൺ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. യു ഹാവ് മെയ്ഡ് മീ ദ ഹാപ്പിയസ്റ്റ് പേഴ്സൺ ഓൺ ദ എർത്ത്. നിങ്ങളാണ് ഈ ഒരു ഭൂമിയിൽ എനിക്ക് ഇത്രയും ഒരു സന്തോഷം തന്ന, എന്നെ ഒരു സന്തോഷവാനാക്കിയ അല്ലെങ്കിൽ സന്തോഷവതിയാക്കിയ ഒരാൾ നിങ്ങളാണ് എന്ന് അവർ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. യു ആർ മൈ ഹാപ്പിനെസ്, നിങ്ങളാണ് എൻ്റെ സന്തോഷം എന്ന് അവർ പറയുന്നു. യു ഹാവ് ബീൻ എ ബ്ലെസ്സിങ് ഇൻ മൈ ലൈഫ്, സോ താങ്ക്ഫുൾ ഫോർ യു. ഓക്കെ, നിങ്ങളാണ് അവരുടെ ലൈഫിലെ ഏറ്റവും ഒരു അനുഗ്രഹമായിട്ട് ലൈഫിലേക്ക് ചെന്നിട്ടുള്ള ഒരാൾ. അതിന് ഞാൻ നിങ്ങളോട് താങ്ക്സ് പറയുന്നു എന്ന് പറയുന്നുണ്ട്. ഐ നീഡ് യു ടു മച്ച്, എനിക്ക് നിന്നെ ഒത്തിരി ആവശ്യമായിട്ട് തോന്നുന്ന ഒരു സമയമാണ് ഇത് എന്നവർ പറയുന്നുണ്ട്. ഓക്കെ, കുറച്ച് ക്ലൂസും കൂടെ എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, 1987 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലെറ്റ് us see. ടാറ്റു ഓൺ നെക്ക്, കഴുത്തിൽ ടാറ്റു ചെയ്തിട്ടുള്ള വ്യക്തികളാകാൻ ചാൻസസ് ഉണ്ട്. നെയിൽ പോളിഷ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. നമ്പർ 8 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1990 എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട്. നമ്പർ 13, 1 month എന്ന് പറയുന്നൊരു പോസിബിലിറ്റി വരുന്നുണ്ട്. ഫോളോ ന്യൂ ട്രെൻഡ്സ്, ന്യൂ ട്രെൻഡ് ഒക്കെ ഫോളോ ചെയ്യുന്ന വ്യക്തികളായിരിക്കാം. മോൾ ഓൺ റൈറ്റ് ഹാൻഡിൽ മറവുകളുള്ള വ്യക്തികളായിരിക്കാം. ബ്ലാക്ക് കളർ ആയിരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടമുള്ള ഒരു കളറ്. സിംഗിങ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. ലെറ്റർ യു. നമ്പർ 34, നമ്പർ 22, ട്രൂ ലവ്, ഇത് ഒരു സത്യസന്ധമായ സ്നേഹമാണ് എന്നാണ് കാണുന്നത്.
പെറ്റ് ലവേഴ്സ്, പെറ്റിനെയൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ് ചാൻസസ് ഉണ്ട്. ഫിസിക്കൽ ഫിറ്റ്നസ്. ലെറ്റർ എ, ഡിസംബർ മന്ത്, നമ്പർ 33, 1982, ടീ ലവർ, ചായ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാകാൻ ചാൻസസ് ഉണ്ട്. നമ്പർ 47. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് സെക്ഷനുള്ള ഹൈപ്പും കൂടി ഒന്ന് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.